നമസ്കാരം. ജോബ് ഇൻഫോ പ്ലസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ കുറെ നാൾക്ക് ശേഷമാണ് ഇപ്പൊ ഒരു വീഡിയോ ആയിട്ട് ഞാൻ വന്നിട്ടുള്ളത്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്റേണൽ മൊബൈൽ ആപ്ലിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടിയാണ്. അതിനെക്കുറിച്ച് വിപുലമായിട്ട് എനിക്ക് പറഞ്ഞു തരാനൊന്നും അറിഞ്ഞുകൂടാ. നമുക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. തീർച്ചയായിട്ടും ബിഗിനർ എന്ന നിലയിൽ ഒരാൾ ഈ ഒരു വീഡിയോ കണ്ടു നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പം നമുക്കറിയാം 22-ാം തീയതിയാണ് ഇന്റേണൽ മൊബൈൽ ആപ്ലിക്കേഷൻ വഴി നമ്മുടെ ബ്രാഞ്ച് ഓഫീസുകളെല്ലാം ഫംഗ്ഷൻ ചെയ്ത് തുടങ്ങിയത്. അപ്പൊ അതിനുശേഷം നമുക്കറിയാം ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിലൊക്കെ നമുക്ക് ട്രാൻസാക്ഷൻ എടുത്തു കഴിഞ്ഞാൽ റിഫ്ലക്ട് ആവുമോ അങ്ങനെയുള്ള കുറച്ച് ഡൗട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിനുശേഷം ഇപ്പം ഒട്ടുമിക്ക ബ്രാഞ്ച് ഓഫീസുകളും ട്രാൻസാക്ഷൻസ് ഒക്കെ എടുക്കുന്നുണ്ട്. ഡെലിവറി മാത്രമല്ല, തുടങ്ങിയ ആ ദിവസം അതായത് 22-ാം തീയതി നമ്മുടെ ബാഗ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് കൂടുതലും ചെയ്തത്. അതിനുശേഷമാണ് ട്രാൻസാക്ഷൻസിലേക്ക് അടുത്ത ദിവസം പോയത്. അപ്പൊ ആ ദിവസങ്ങളിൽ നമ്മൾ ബാഗ് ഓപ്പൺ ചെയ്യുന്നത് നമ്മുടെ ദർപ്പൺ മൊബൈൽ ആപ്ലിക്കേഷൻ വെച്ച് നോക്കുമ്പോൾ ഇതിൽ നല്ലൊരു വ്യത്യാസമുണ്ട്. ദർപ്പൺ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനിൽ നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിരുന്നു ചെയ്യാൻ. അതായത് RICT ഡിവൈസിന് ശേഷം ദർപ്പൺ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ വന്നപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ആർട്ടിക്കിളിന്റെ ഡെലിവറി കാണിക്കാനൊക്കെ ആണെങ്കിലും വളരെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. RICT ഡിവൈസ് യൂസ് ചെയ്തവർക്കറിയാം ഒരുപാട് നേരത്തെ പ്രയത്നമാണ് നമ്മുടെ ആ ഒരു ഡെലിവറി മാർക്ക് ചെയ്യാന്നുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പൊ അതെന്ന് പറയുന്നത് വളരെ ഈസി ആക്കി ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു സംഭവമായിരുന്നു ദർപ്പൺ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അത് നമ്മൾ അതുമായിട്ട് പൊരുത്തപ്പെട്ട് അതിലേക്ക് എക്സ്പേർട്ട് ആയി വരുമായിരുന്നു. അപ്പൊ അതിനുശേഷമാണ് ഇപ്പൊ ഇന്റേണൽ മൊബൈൽ ആപ്ലിക്കേഷൻ 2.0 എന്ന് പറഞ്ഞ് ഇപ്പൊ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പം ദർപ്പൺ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനെ വെച്ച് നോക്കുമ്പോൾ ഒത്തിരി വ്യത്യാസങ്ങൾ ഈ ഇന്റേണൽ മൊബൈൽ ആപ്ലിക്കേഷനിലുണ്ട്. അപ്പൊ ഏതൊരു ബ്രാഞ്ച് ഓഫീസിലും ഏത് സോഫ്റ്റ്വെയർ മാറിയാലും നമ്മുടെ വർക്ക് ഫ്ലോ എന്ന് പറയുന്നത് സെയിം ആണ്. അപ്പൊ നമ്മൾ ഡേ ബിഗിൻ ചെയ്യുന്നു, അതിനുശേഷം നമ്മൾ ബാഗ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നു, ബാഗ് ഓപ്പൺ ചെയ്യുന്നു, അതേപോലെ തന്നെ പഴയ ആർട്ടിക്കിൾസ് നമ്മൾ ഇൻവോയ്സ് ചെയ്യുന്നു, അതിന്റെ റിട്ടേൺസ് ഉണ്ടെങ്കിൽ അത് കാണിക്കുന്നു, അല്ലെങ്കിൽ അതിന്റെ റിമാർക്കുകൾ കൊടുക്കുന്നു, ദെൻ EMO ഉണ്ടെങ്കിൽ അതിന്റെ പേയ്മെന്റ് കാണിക്കുന്നു, ദെൻ ബുക്കിംഗ് ചെയ്യുന്നു, രജിസ്റ്റേർഡ് പാഴ്സൽ സ്പീഡ് ബുക്കിങ്ങുകളൊക്കെ ചെയ്യുന്നു, അതേപോലെ തന്നെ VPCOD ഉണ്ടെങ്കിൽ അതിന്റെ ഡെലിവറി തന്നെ അതിന്റെ ബുക്കിംഗ് ചെയ്യുന്നു. ഇതെല്ലാം നമ്മൾ സിമിലർ ആണ്. ഇപ്പൊ സോഫ്റ്റ്വെയർ മാറിയെങ്കിലും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം സെയിം ആണ്. ഇപ്പൊ നമ്മൾ CBSE പോയി ചെയ്യുന്നു, PLA ചെയ്യുന്നു, അവസാനം നമ്മൾ മാനുവലായിട്ട് കുറെ ഡേറ്റ എഴുതുന്നു. അപ്പൊ ആ ഡേറ്റയും നമ്മുടെ വാലറ്റുമായിട്ട് ചെക്ക് ചെയ്യുന്നു, നമ്മുടെ റിപ്പോർട്ടുകളെല്ലാം കറക്റ്റ് ആണോ, നമ്മുടെ എമൗണ്ടുകളെല്ലാം റിഫ്ലക്ട് ആയിട്ടുണ്ടോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഡേ എൻഡ് ചെയ്യാം. അപ്പൊ ബാഗ് ക്ലോസ് ചെയ്ത് നമുക്ക് ഡേ എൻഡ് ചെയ്യാം. ഇതെല്ലാം സെയിം ആണ്, ബോർഡർ ജനറേറ്റ് ചെയ്യുന്നതും ഇതെല്ലാം. അപ്പൊ സോഫ്റ്റ്വെയർ മാറുമ്പം അതിനുള്ള ആ രീതികൾ, അതായത് ഫ്ലോ എല്ലാം സെയിം തന്നെയാണ്. അതിന്റെ മെനൂസ്, അതായത് ഓരോരോ ഐക്കൺസ് മാറുന്നത്, ദെൻ നമ്മുടെ പഴയ ഹോം പേജ് ആയിരിക്കത്തില്ല ഇപ്പം. അപ്പൊ അങ്ങനെയുള്ള ചില വ്യത്യാസങ്ങൾ, പിന്നെ ഒരു ഓപ്ഷൻ എവിടെയാണെന്നുള്ളത് തിരിച്ചറിയാനുള്ള ഒരു ബുദ്ധിമുട്ട്, ഇതൊക്കെയാണ് നമ്മൾ ഇപ്പൊ ഫേസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഇഷ്യൂസ് എന്ന് പറയുന്നത്. നമ്മൾ ഏതൊരു സോഫ്റ്റ്വെയർ ആണെങ്കിലും നമ്മൾ നമ്മുടെ എക്സ്പീരിയൻസ് വഴിയാണ് നമ്മളിത് പഠിക്കുക. നമ്മൾ തെറ്റുകൾ ചെയ്തും അത് റെക്ടിഫൈ ചെയ്തും ഒക്കെയാണ് നമ്മുടെ ആ സോഫ്റ്റ്വെയർ ഏറ്റവും മികച്ചതായിട്ട് മാറുന്നത്. അപ്പൊ നമ്മൾ ഇപ്പൊ കാണുന്ന എന്തെങ്കിലും ഇറേഴ്സ് ഉണ്ട്, നമുക്ക് ആ സോഫ്റ്റ്വെയറിൽ ഒരു ഇറർ, നിങ്ങളാണ് ഇപ്പം നമ്മുടെ BPMs ആണ് ഏറ്റവും കൂടുതൽ ആ ഇറേഴ്സ് മനസ്സിലാക്കുന്നവര്. കാരണം എല്ലാ ദിവസവും ഏതെങ്കിലും ഇറർ നിങ്ങൾ നോട്ടിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പൊ ആ നോട്ടീസ് ചെയ്ത കാര്യങ്ങൾ നമ്മൾ എഴുതി വെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് ഫോർവേഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഫോർവേഡ് ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും അതിലൊരു അപ്ഡേഷൻസ് വരും. അപ്പൊ അങ്ങനെ റെക്ടിഫൈ ചെയ്താണ് ഏതൊരു സിസ്റ്റവും മികച്ചതാവുന്നത്. അപ്പൊ ഇപ്പോഴത്തെ സോഫ്റ്റ്വെയറിന് വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ നമുക്ക് വരുന്ന ഒരു ഹോം പേജിൽ തന്നെ എല്ലാം തന്നെ ഉണ്ട്. ഡെലിവറി, അതേപോലെ തന്നെ CBSE PLA ഒഴിച്ച് ബാക്കി എല്ലാ മെനൂസും അതിൻ്റെ അകത്ത് തന്നെ ഉണ്ട്. CBSE PLA എടുക്കാൻ വേണ്ടി നമുക്ക് സൈഡിൽ ഒരു മെനു ഉണ്ട്, മെനു ബാർ ഉണ്ട്. അപ്പൊ അതിൽ തന്നെ കോർ ബാങ്കിങ് സർവീസസും ഉണ്ട്, പോസ്റ്റ് ലൈഫ് ഇൻഷുറൻസും ഉണ്ട്. അപ്പൊ അത് രണ്ടും ചെയ്യാൻ എനിക്ക് തോന്നുന്നു BPMsനെ എളുപ്പമായിരിക്കും. കാരണം അതിലെ മെനൂസ് എല്ലാം തന്നെ കറക്റ്റ് ആണ്. പിന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഈ ബാഗുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോഴത്തെ പുതിയ സിസ്റ്റം അനുസരിച്ച് നമുക്ക് ബാഗ് ഓപ്പൺ ചെയ്തതിന് ശേഷം ആർട്ടിക്കിൾസ് പോസ്റ്റ്മാൻ ഇൻവോയ്സ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പൊ ആർട്ടിക്കിൾസ് ആയിക്കോട്ടെ, EMO ആയിക്കോട്ടെ, എന്ത് വേണമെങ്കിലും നമുക്ക് പോസ്റ്റ്മാന് ഇൻവോയ്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ആ ഇൻവോയ്സ് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ പോസ്റ്റ്മാന് അതാത് ആർട്ടിക്കിൾ ഡെലിവറി ചെയ്യാൻ പോകുമ്പോൾ അവർക്ക് അതിൻ്റെ അകത്ത് തന്നെ ഡിജിറ്റൽ സിഗ്നേച്ചർ മേടിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. പാസ്പോർട്ട് അങ്ങനെയുള്ള കേസസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ആധാർ നമ്പർ
ആധാർ നമ്പർ നമുക്ക് എൻട്രി ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ എല്ലാത്തിനും ഓപ്ഷൻസ് അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ അത് ചെയ്ത് കഴിയുമ്പോൾ ആ അപ്ഡേഷൻസ് നമുക്ക് BPMന്റെ മൊബൈലിൽ അവൈലബിൾ ആണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സിസ്റ്റം വരുമ്പം ഫാസ്റ്റ് ഡെലിവറി എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഡെലിവറി സ്മൂത്ത് ആക്കാനും അതേപോലെ തന്നെ ആക്യുറേറ്റ് ആക്കാനും ഈ ഒരു സിസ്റ്റം വളരെ നല്ലതാണ്. അതേപോലെ തന്നെ BPMന്റെ ജോബ് ആയിരുന്നു ഈ ഡെലിവറി കാണിക്കുക എന്നുള്ളത്. പിന്നെ നമുക്ക് പോസ്റ്റ്മാൻ PMA ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് ചെയ്യുന്നവരുണ്ട്, അപ്പൊ ചെയ്യാത്ത ഓഫീസേഴ്സും ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പം ഇപ്പൊ നമ്മൾ പോസ്റ്റ്മാൻ ഇൻവോയ്സ് ചെയ്യുന്നത് കൊടുക്കുന്നത് വഴി കുറച്ചുകൂടെ ഡെലിവറി ആക്യുറസി വന്നിട്ടുണ്ട് എന്നാണ് എനിക്ക് പേഴ്സണൽ ആയിട്ട് തോന്നിയിട്ടുള്ളത്. അതേപോലെ തന്നെ BPMസിനാണെങ്കിൽ കുറച്ചുകൂടെ ഈസി ആയി ഡെലിവറി. അവർക്കിപ്പോ കൗണ്ടർ ഓപ്പറേഷൻസിന്റെ കാര്യം ചെയ്താൽ മതി. അതേപോലെ തന്നെ ABPMs മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മോഡിഫൈ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ അത് ജസ്റ്റ് നമ്മളൊന്ന് നോക്കിയാൽ മതി. സോ ഒരുപാട് ആർട്ടിക്കിൾസ് വരുന്ന ഓഫീസസ് ഒക്കെ ആണെങ്കിൽ BPMസിന് തന്നെ എൻട്രി ചെയ്തതിന് പകരം ഇൻവോയ്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ABPMs വഴി ചെയ്യുമ്പോൾ അത് കുറച്ചുകൂടെ ആക്യുറേസി കൂടുതലായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ വർക്ക് ആണെങ്കിലും ഇപ്പൊ നമ്മുടെ ബിസിനസ് അവേഴ്സിനുള്ളിൽ തന്നെ നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാനും സഹായിക്കുന്ന ഒരു രീതിയാണ് ഇപ്പോഴത്തെ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. കാരണം നമ്മുടെ വർക്കിംഗ് അവേഴ്സിൽ തന്നെ നമുക്ക് ഡേ എൻഡ് ചെയ്യാൻ പറ്റും. കാരണം പാരലൽ ആയിട്ട് ABPM കൂടെ ഇങ്ങനെ ഈ ഡെലിവറിയുടെ കാര്യങ്ങൾ നോക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ആ വർക്കിംഗ് അവേഴ്സ് തന്നെ ഡേ എൻഡ് ചെയ്ത് റിപ്പോർട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റം ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ നമ്മൾ ഏതൊരു സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വർക്ക് ചെയ്യുന്ന അനുസരിച്ചാണ് അതിൽ എത്രത്തോളം കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു അതനുസരിച്ചാണ് അതിന്റെ പോരായ്മകൾ എന്തൊക്കെയാണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ എന്തൊക്കെ പോരായ്മകളാണോ അതെല്ലാം റെക്ടിഫൈ ചെയ്ത് വീണ്ടും വീണ്ടും അപ്ഡേഷൻസ് വന്നുകൊണ്ടിരിക്കും. അപ്പൊ അതിനുശേഷമായിരിക്കും ഒരു മികച്ച സിസ്റ്റം ഫോം ചെയ്യുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആ ആപ്പുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഐക്കൺസ് എന്താണ് എന്താണ് അതിന്റെ വർക്ക് ഫ്ലോ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. നമ്മൾ ബിഗിനേഴ്സ് ആണ്, എല്ലാവരും ബിഗിനേഴ്സ് ആണ്. അപ്പൊ നമ്മൾ ചെയ്താണ് പഠിക്കുന്നത്. സോ എന്നെക്കാളും നന്നായിട്ട് അറിയാവുന്നവര് നമ്മുടെ വീഡിയോസ് കാണുന്നവരിലുണ്ടാവും. തീർച്ചയായിട്ടും കമന്റ്സിലൂടെ ആരെങ്കിലുമൊക്കെ ഡൗട്ട് ചോദിച്ചാൽ അവർക്കും അതിനുള്ള ഉത്തരങ്ങളൊക്കെ പങ്കുവയ്ക്കുവാണെങ്കിൽ അവർക്കും യൂസ്ഫുൾ ആയിരിക്കും. അപ്പൊ തീർച്ചയായിട്ടും വീഡിയോ കാണുക. വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്നവർക്കൊക്കെ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. സോ ഇതാണ് നമ്മുടെ ഒരു ഹോം പേജ് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഓൾറെഡി ഡേ ബിഗിൻ ചെയ്തിരുന്നു, അതുകൊണ്ട് നമുക്ക് ഡേ ബിഗിൻ കാണിക്കാൻ പറ്റത്തില്ല. നമ്മൾ ഇന്ത്യയുടെ മൊബൈൽ ആപ്ലിക്കേഷൻ്റെ അകത്ത് യൂസർ ഐഡിയും പാസ്വേഡും കൊടുത്ത് കയറി കഴിയുമ്പോൾ ലോഗിൻ ആയി കഴിയുമ്പോൾ നമുക്ക് ഡേ ബിഗിൻ എന്നുള്ള ഒരു ഐക്കൺ അതിലുണ്ടാവും. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ വരുന്ന ഒരു ഹോം പേജ് ആണിത്. അപ്പൊ ഇവിടെ എന്തൊക്കെ ഐക്കൺസ് ആണുള്ളതെന്ന് ഞാൻ പറഞ്ഞുതരാം. രജിസ്റ്റേർഡ് ലെറ്റർ ഉണ്ട്, ദെൻ മണി ഓർഡർ ബുക്കിംഗ് ഉണ്ട്, ദെൻ അതേപോലെ ഡെലിവറി ഉണ്ട്, ബാഗിംഗ് ഉണ്ട്, റിപ്പോർട്ട്സ് ഉണ്ട്, സ്പീഡ് പോസ്റ്റ് ലെറ്റർ, കൗണ്ടർ ഓപ്പറേഷൻസ്, ക്യാഷ് ആൻഡ് സ്റ്റാമ്പ്സ്, ഡോർ സ്റ്റെപ്പ് സർവീസസ് ആൻഡ് ഡേ എൻഡ്. ഇത്രയും ഐക്കൺസ് ആണ് അതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പൊ മെയിൻ ആയിട്ട് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു ഹോം പേജിൽ പ്രൊവൈഡ് ചെയ്യാൻ അവർ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ താഴത്തെ 4 ഐക്കൺസ് ഉണ്ട്. ആ 4 ഐക്കൺസും എന്തിനെയാണ് ഡിനോട്ട് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞു തരാം. ഒരു ബിഗിനറിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഇപ്പൊ ബുക്കിംഗ് കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിൽ ചെയ്യാം. അതേപോലെ തന്നെ ഡെലിവറി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഡെലിവറി എന്നുള്ള ഒരു ഐക്കണിൽ കൊടുത്തിരിക്കുന്നു. ബാഗിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ബാഗിങ്ങിലുണ്ട്. അതേപോലെ തന്നെ കൗണ്ടർ ഓപ്പറേഷൻസിൽ നമുക്ക് മിസലേനിയസ് എൻട്രീസ് നടത്താനും അതേപോലെ തന്നെ അക്കൗണ്ട് ക്ലോസ് ചെയ്യാനും തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നു. ദെൻ ഡേ ആൻഡ് ഓപ്ഷൻസും അവിടെ കൊടുത്തിട്ടുണ്ട്. ഡോർ സ്റ്റെപ്പ് സർവീസസ് നമുക്ക് അതിനുള്ളിൽ നമുക്ക് ആർട്ടിക്കിൾസിനെ അക്നോളജ് ചെയ്യാനോ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്. അത് നമ്മൾ ABPMസിന്റെ ഫോണിൽ നമ്മൾ DSS ആപ്പിൽ വരുന്ന അതേ മെനൂസ് ഒക്കെ തന്നെയാണ് ഇതിലും ഉള്ളത്. അപ്പൊ ഇതിന് താഴത്ത് ഞാൻ പറഞ്ഞു 4 ഐക്കൺസ് ഉണ്ട്. അതിൽ രണ്ടാമത്തെ ഐക്കൺ നമുക്ക് പാസ്വേഡ് റീസെറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഓപ്ഷൻസ് ആണ്. അതായത് കറന്റ് പാസ്വേഡ് കൊടുത്ത് അതിനുശേഷം നമുക്ക് ന്യൂ പാസ്വേഡ് കൊടുത്ത് നമുക്ക് പാസ്വേഡ് ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. അതിനുശേഷം വരുന്ന മൂന്നാമത്തെ ഐക്കൺ എന്ന് പറയുന്നത് നമ്മുടെ വാലറ്റ് ബാലൻസ് ചെക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ആണ്. ഈസി ആയിട്ട് നമുക്ക് വാലറ്റ് ബാലൻസ് ചെക്ക് ചെയ്യാൻ വേണ്ടി ഈ ഒരു ഐക്കൺ ജസ്റ്റ് ടച്ച് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് അന്നത്തെ വാലറ്റ് ബാലൻസ് ഇപ്പൊ തന്നെ കാണാം. ഇൻ കേസ് നമ്മൾ ട്രാൻസാക്ഷൻസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വാലറ്റ് റിഫ്ലക്ട് ആയോ എന്നൊക്കെ അറിയാൻ വേണ്ടി ഈ ഒരു ഐക്കൺ ജസ്റ്റ് ടച്ച് ചെയ്താൽ മതി. ഇത് ഓക്കെ കൊടുത്താൽ മതി. അതിനുശേഷം വരുന്നത് നാലാമത്തതെന്ന് പറയുന്നത് അതിൽ വരുന്ന ഓപ്ഷൻസ് എന്ന് പറയുന്നത് പിൻകോഡ് സെർച്ച്.
അതായത് നമ്മുടെ മിസലേനിയസ് ആയിട്ടുള്ള വേറെ കുറെ കാര്യങ്ങളുണ്ട്. അതായത് പിൻകോഡ് സെർച്ച്, എക്സ്ട്രാ വരുന്ന കുറെ കാര്യങ്ങൾ, ട്രാക്ക് ആൻഡ് ട്രേസ് ഉണ്ട്, ക്യാഷ് സ്റ്റാമ്പ്സ് റിപ്പോർട്ട്സ് ഉണ്ട്, ഡെലിവറി റിപ്പോർട്ട്സ്, ബാഗിംഗ് റിപ്പോർട്ട്സ്, കൗണ്ടർ റിപ്പോർട്ട്സ് എല്ലാം ഉണ്ട്. നമ്മൾ ഡേ എൻഡ് ചെയ്തതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് ബോർഡർ ജനറേറ്റ് ചെയ്യാം. ബാഗിംഗ് റിപ്പോർട്ട്സിന്റെ അകത്ത് ബോർഡർ റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ നമുക്ക് ഡേ എൻഡ് ചെയ്തതിനു ശേഷം ഡെലിവറി റിപ്പോർട്ട്സ് എടുക്കാം, ബാഗിംഗ് റിപ്പോർട്ട്സ് എടുക്കാം, കൗണ്ടർ റിപ്പോർട്ട്സ് എടുക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളല്ലേ ഇതിന്റെ അകത്ത് നമുക്ക് അവർ പ്രൊവൈഡ് ചെയ്യുന്നു. പിൻകോഡൊക്കെ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ ഇതൊക്കെ ഒരു അഡീഷൻ ആണ്. അതേപോലെ തന്നെ ബാഗിംഗ് റിപ്പോർട്ട്സിന്റെ അകത്ത് വരുന്നതാണ് ആർട്ടിക്കൽ റിപ്പോർട്ട്സ്, ബോർഡ, ബാഗിംഗ് റിപ്പോർട്ട്സ്, പ്രിന്റ്, ബാഗ്, മാനിഫെസ്റ്റ്. അപ്പം ബോർഡ് നമ്മൾ എടുക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അതിനുശേഷം ഡേ എൻഡ് ചെയ്തതിന് ശേഷം ആണെങ്കിലും ഈ മിസലേനിയസിൽ കയറിയാൽ നമുക്ക് ഈസി ആയിട്ട് ബാഗിംഗ് റിപ്പോർട്ട്സിന്റെ അകത്ത് ബോർഡ് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ആ 4ാമത്തെ ഐക്കണിൽ അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പൊ ബാഗ് റിപ്പോർട്ടുകളൊക്കെ നമുക്ക് SOE അയച്ചു കൊടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. അതായത് ബാഗ് ക്ലോസ് ഡീറ്റെയിൽസ് കൊടുക്കുവാണെങ്കിൽ നമുക്ക് ബാഗിന്റെ റിപ്പോർട്ടുകളെല്ലാം അതിൽ ജനറേറ്റ് ആയിട്ട് വരും. ഇനി തിരിച്ച് ഹോം പേജിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇനി അടുത്തതായിട്ട് കാണാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ ടോപ്പ് മോസ്റ്റ് കോർണറിൽ ഒരു 3 ലൈൻസ് കാണുന്നുണ്ട്. അപ്പൊ അതിൽ വരുന്ന മെനൂസ് എന്തൊക്കെയാണ്, അവിടെയാണ് നമ്മുടെ CBSഉം PLA തുടങ്ങിയ ട്രാൻസാക്ഷൻസ് ഒക്കെ എടുക്കാനുള്ള ഒരു ഓപ്ഷൻസ് അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഈ ഒരു മെനു ബാറിലാണ്. അപ്പൊ ആ മെനു ബാറാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. നെറ്റ് സ്ലോ ആയതുകൊണ്ടാണ് ഇത്രയും ടൈം എടുക്കുന്നത്. അപ്പൊ അത്യാവശ്യം വേണ്ട കാര്യങ്ങളെല്ലാം നമ്മുടെ ഹോം പേജിൽ തന്നെ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഹോം പേജിലുള്ള 10 ഐക്കൺസ് ആണ് ഹോം പേജിൽ കൊടുത്തിട്ടുള്ളത്. ഇപ്പൊ CBSഉം PLA എടുക്കുന്നത് നമുക്ക് മെനു ബാറിലേക്ക് പോകണം. മെനു ബാറിലേക്ക് പോയതിനു ശേഷം നമുക്ക് അവിടെയും കാണാം ബുക്കിംഗ്, ബാഗിങ്, ക്യാഷ് ആൻഡ് സ്റ്റാമ്പ്സ്, ഡെലിവറി, ഡോസ്റ്റർ സർവീസസ്, കോ ബാങ്കിങ് സർവീസസ്, പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ് ആൻഡ് ലോഗ് ഔട്ട്. ഇത്രയും കാര്യങ്ങൾ അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കോർ ബാങ്കിങ് സർവീസസിൽ നമുക്ക് CBS റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ട്രാൻസാക്ഷൻസും എടുക്കാം. പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസിന്റെ അകത്ത് നമുക്ക് PLA, RPLA ട്രാൻസാക്ഷൻസും ചെയ്യാം. ഇതിൽ രണ്ടിലും നമ്മുടെ ദർപ്പൺ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനിൽ കണ്ട അതേ മെനൂസ് തന്നെയാണ് ഉള്ളത്. ദെൻ ബുക്കിംഗിന്റെ അകത്തേക്ക് വരുമ്പം അവിടെ രജിസ്റ്റേർഡ് ലെറ്റർ ഉണ്ട്, ഇന്ത്യ പോസ്റ്റ് പാഴ്സൽ ഉണ്ട്, സ്പീഡ് പോസ്റ്റ് ഉണ്ട്, മണി ഓർഡർ ബുക്കിംഗ് ഉണ്ട്, അതേപോലെ തന്നെ പിൻകോഡ് സെർച്ച്, മിസലേനിയസ്, ട്രാക്ക് ആൻഡ് ട്രേസ് തുടങ്ങിയ ഒട്ടനവധി കാര്യങ്ങൾ അതിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ CODMO ബുക്കിംഗ്, CODMO ബുക്കിംഗ് ഇതിനകത്ത് ചെയ്യാൻ പറ്റും തുടങ്ങിയ കാര്യങ്ങളെല്ലാം അതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. റിപ്പോർട്ട്സ് കൊടുത്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് അതിൻ്റെ അകത്തുള്ളത്. അപ്പൊ റിപ്പോർട്ട്സിന്റെ അകത്താണെങ്കിൽ ആർട്ടിക്കൽ റിപ്പോർട്ട്സ്, MO റിപ്പോർട്ട്, ട്രാൻസാക്ഷൻ ഹിസ്റ്ററി റിപ്പോർട്ട്സ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം അതിനകത്ത് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ബില്ല റിപ്പോർട്ടുകളും അതിൽ ഇൻക്ലൂഡഡ് ആണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ബുക്കിങ്ങിനകത്ത് വരുന്നത്. നമ്മൾ ആ മെനു ബാറിലുള്ള ബുക്കിംഗ് എന്നുള്ള ഐക്കണിന്റെ അകത്തുള്ള ഫീൽഡുകളാണ് ഞാൻ പറയുന്നത്. അതിനുശേഷം അവർ കൊടുത്തിരിക്കുന്നത് ബാഗിംഗ് എന്നുള്ള ഓപ്ഷനാണ്. ബാഗിങ്ങിന്റെ അകത്ത് ബാഗ് ഓപ്പൺ വരും, ബാഗ് ക്ലോസ് വരും, ബാഗ് റിപ്പോർട്ട്, ബാഗ് മാനിഫെസ്റ്റ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ബാഗിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. അതിനുശേഷം ഡെലിവറി എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ അകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻവോയ്സ് ചെയ്യാനും, ഡെപ്പോസിറ്റ് ഉള്ള ആർട്ടിക്കിൾസ് കാണാനും, അതേപോലെ തന്നെ മണി ഓർഡർ റിസീവ് ചെയ്യാനും, ദെൻ മണി ഓർഡർ പേയ്മെന്റ് കാണിക്കാനും, ദെൻ റിട്ടേൺസ് എടുക്കാനും, മോഡിഫൈ, കൺഫേം ആൻഡ് സബ്മിറ്റ് ഓപ്ഷൻ പുതിയതായിട്ട് ഒരു അഡീഷൻ ആണ്. അപ്പൊ റിട്ടേൺസിനകത്തുള്ള ഒരു ഓപ്ഷൻസ് ആണ് മോഡിഫൈ, കൺഫേം ആൻഡ് സബ്മിറ്റ്. അപ്പൊ ഈ ഒരു ഓപ്ഷൻസ് ഒക്കെ ഉള്ളത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഈ ഡെലിവറി എന്നുള്ള ഡെലിവറി മാനേജ്മെന്റ് എന്നുള്ള ഒരു ഐക്കണിലാണ്. അപ്പൊ നമ്മുടെ മെനുവിൽ പോകുമ്പോഴും നമുക്ക് ബുക്കിങ്ങും ബാഗിങ്ങും കഴിഞ്ഞ് നമുക്ക് ഡെലിവറി ഉണ്ട്. ആ ഡെലിവറി സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അതിൽ ലിസ്റ്റ് ചെയ്യും. ഇതിലുള്ള ഓരോ ഫീൽഡുകളാണ് ഞാൻ പറഞ്ഞത്. റിട്ടേൺസിന്റെ അകത്താണ് നമ്മൾ ആർട്ടിക്കൽ റിട്ടേൺസ് എല്ലാം കാണിക്കേണ്ടത്. പോസ്റ്റ്മാൻ നമുക്ക് ഇൻവോയ്സ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഒക്കെ അതിൻ്റെ അകത്തുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് അതിൻ്റെ അകത്ത് വരുന്നത്, ഡെലിവറി എന്ന മൊഡ്യൂളിൽ വരുന്നത്. അതിനുശേഷം ഉള്ളതാണ് കോ ബാങ്കിങ് സർവീസസും പോസ്റ്റ് ലൈഫ് ഇൻഷുറൻസും ഉണ്ട്. അപ്പൊ കോ ബാങ്കിങ് സർവീസസ്, ഡോർസ്റ്റെപ്പ് സർവീസസ് ഉണ്ട്. ഡോർസ്റ്റെപ്പ് സർവീസസ് ഈ സെയിം ആപ്പ് നമ്മുടെ ABPMന്റെ ഫോണിലുണ്ട്. അപ്പൊ ABPMന്റെ ഫോണിൽ വരുന്ന അതേ മെനൂസ് ആണ് ഇതിലും വരുന്നത്. ഡോർസ്റ്റെപ്പ് സർവീസസ് നമ്മൾ എടുക്കുമ്പോൾ ഉള്ളത്. ദെൻ ക്യാഷ് ആൻഡ് സ്റ്റാമ്പ്സ് കാണാൻ പറ്റും. ക്യാഷ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ക്യാഷ് ബാലൻസ് റിപ്പോർട്ട് നമുക്ക് വ്യൂ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതേപോലെ തന്നെ സ്റ്റാമ്പിന്റെ റിപ്പോർട്ട് നമുക്ക് വ്യൂ ചെയ്യാനുള്ള ഓപ്ഷൻസ് അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്.
ഇനി വരുന്ന സ്ക്രീനിൽ നമുക്ക് ക്യാഷ് ബാലൻസ് അറിയാൻ സാധിക്കും. ഇതൊക്കെ നമ്മൾ ഫസ്റ്റ് ഡേയിൽ ചെയ്യുന്ന കാര്യങ്ങളാണ്. ക്യാഷ് ബാലൻസ് കറക്റ്റ് ആണോ, സ്റ്റാമ്പ് ബാലൻസ് കറക്റ്റ് ആണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ എപ്പോഴും ചെക്ക് ചെയ്യുന്നതാണ്. അപ്പൊ അതെല്ലാം നമുക്ക് ആ ക്യാഷ് ആൻഡ് സ്റ്റാമ്പ്സ് എന്നുള്ള സംഭവത്തില് ക്യാഷ് ആൻഡ് സ്റ്റാമ്പ്സ് എന്നുള്ള ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വ്യൂ ചെയ്യാനുള്ള ഓപ്ഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നെറ്റ് സ്ലോ ആയതുകൊണ്ടാണ് ഇത്രയും ടൈം എടുക്കുന്നത്. അതിനുശേഷം കോ ബാങ്കിങ് സർവീസസിലാണ് നമ്മുടെ ക്യാഷ് ഡെപ്പോസിറ്റ്, ക്യാഷ് വിഡ്രോവൽ, ഓപ്പൺ ന്യൂ അക്കൗണ്ട് തുടങ്ങിയ കാര്യങ്ങളെല്ലാം അത് ദർപ്പൺ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനുമായിട്ട് വളരെ സിമിലർ ആണ്. അതേപോലെ തന്നെ ദെൻ PLIയിലേക്ക് വരുമ്പോൾ, പോസ്റ്റ് ലൈഫ് ഇൻഷുറൻസിലേക്ക് വരുമ്പോഴും ഇൻഡെക്സ് ചെയ്യാനും കോഡ് ജനറേഷനും ബിസിനസ് കോഡ്സും അങ്ങനെയുള്ള റിപ്പോർട്ട്സുകൾ, ദെൻ പ്രപ്പോസൽ ഇൻഡെക്സിങ്, ദെൻ പ്രീമിയം കളക്ഷൻ, അങ്ങനെയുള്ള ഓപ്ഷൻസ് എല്ലാം സിമിലർ ആണ്. അപ്പൊ അത് ഒരു BPM-നെ സംബന്ധിച്ചിടത്തോളം അത് അത്ര ഇഷ്യൂ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം കോർ ബാങ്കിങ് സർവീസസും പോസ്റ്റ് ലൈഫ് ഇൻഷുറൻസും വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മളെ ആകെ ഒരു BPM-നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഒരു തലവേദന എന്ന് പറയുന്നത് ഈ ഒരു ഡെലിവറി ആയിരിക്കും. കാരണം ഈ ബാഗിങ്ങും ഡെലിവറിയാണ് നല്ലൊരു വ്യത്യാസമായിട്ട് ഈ ഒരു സോഫ്റ്റ്വെയറിൽ ഉള്ളത്. അപ്പൊ ഇതിനകത്ത് തന്നെ ക്യാഷ് റെമിറ്റൻസ് ഉണ്ട്, ക്യാഷ് അക്സെപ്റ്റൻസ് ഉണ്ട്, നമുക്ക് അക്കൗണ്ട് ഓഫീസിൽ നിന്ന് ക്യാഷ് റിക്വസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്, ദെൻ ക്യാഷ് അക്നോളജ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അങ്ങനെ ക്യാഷുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. BPM ക്യാഷ് ട്രാൻസ്ഫർ ഉണ്ട്. അപ്പം അതൊക്കെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ടിന് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്ന ഐക്കൺസ് ആണ്. ദെൻ സ്റ്റാമ്പ് ബാലൻസ് റിപ്പോർട്ടാണ്. അപ്പൊ ഇതൊക്കെ നമ്മൾ ആ ഡേറ്റ് സെലക്ട് ചെയ്ത് നമ്മൾ ഫെച്ച് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാമ്പ് ബാലൻസ്, ആ ഡേറ്റിലുള്ള സ്റ്റാമ്പ് ബാലൻസ് അതിൽ വ്യൂ ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിലിപ്പോ നിലവിൽ സ്റ്റാമ്പ് ബാലൻസ് 0 ആണ്. അതുകൊണ്ട് ഫെച്ച് ചെയ്യുമ്പോൾ നോ ഡേറ്റ അവൈലബിൾ എന്നാ കാണിക്കത്തുള്ളൂ. അപ്പൊ അങ്ങനെ നമുക്ക് ബാലൻസ്, ക്യാഷ് ബാലൻസും സ്റ്റാമ്പ് ബാലൻസും ഒക്കെ ഈസി ആയിട്ട് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഇതെല്ലാം ഞാൻ എടുത്തത് മെനുവിലുള്ള ബാഗിങ്, ബുക്കിംഗ്, ദെൻ ഡെലിവറി, അതിലുള്ള ക്യാഷ് ആൻഡ് സ്റ്റാമ്പ്സ് എന്നുള്ള ഒരു ഓപ്ഷൻസിലൂടെയാണ് ഞാൻ ഇത്രയും കാര്യങ്ങളെല്ലാം ഇപ്പൊ കാണിച്ചു തന്നത്. അപ്പൊ ഇതിന് നോ ഡേറ്റ അവൈലബിൾ എന്ന് കാണിച്ചു. അപ്പൊ സ്റ്റാമ്പ് ഇല്ലാത്തതുകൊണ്ടാണത്. അപ്പൊ നിങ്ങൾക്ക് സ്റ്റാമ്പ് ഉണ്ടെങ്കിൽ ആ ഡേറ്റ അതിൽ ഫെച്ച് ആവും. അപ്പൊ ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ഫീൽഡുകൾ എന്ന് പറയുന്നത്. ദെൻ IPVB ഉണ്ട്, അതേപോലെ തന്നെ ക്യാഷ് റെമിറ്റൻസ് ഉണ്ട്, തുടങ്ങിയ കാര്യങ്ങളെല്ലാം അതിൽ കൊടുത്തിട്ടുണ്ട്. ക്യാഷ് ബാലൻസ് റിപ്പോർട്ട് നമ്മൾ എടുത്തു കഴിയുമ്പോൾ നമുക്ക് ഏത് ഡേറ്റ് ആണോ ആ ഡേറ്റിലെ ക്യാഷ് ബാലൻസ് നമുക്ക് വ്യൂ ചെയ്യാൻ സാധിക്കും. അത് ഫെച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ എമൗണ്ട്, പർട്ടിക്കുലർ എമൗണ്ട് അതിൽ കാണിച്ചു തരും. അപ്പൊ ഇതൊക്കെയാണ് റിപ്പോർട്ടുമായിട്ട്, ക്യാഷ് സ്റ്റാമ്പ് റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ ഓൾറെഡി നിങ്ങൾ റോൾ ഔട്ടിന്റെ സമയത്ത് ചെയ്തിട്ടുള്ളതായിരിക്കും. ദെൻ അടുത്തത് പിന്നീട് വരുന്ന, ഞാൻ പറഞ്ഞു, കോർ ബാങ്കിങ് സർവീസസ് CBS-ഉം PLI ആണ്. അതിപ്പോ ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ല. കാരണം BPMസിന് എല്ലാവർക്കും ഓൾറെഡി CBS-ഉം PLI നന്നായിട്ട് ചെയ്യാൻ അറിയാവുന്നവരാണ്. ജസ്റ്റ് ആ ഒരു എമൗണ്ട് വാലറ്റിക്ക് ആഡ് ആകാണ്ട് വന്നാലോ, ബോർഡിൽ ആഡ് ആകാണ്ട് വന്നാലോ അത് മാത്രമേ അവർക്കൊരു ഇഷ്യൂ ഉണ്ടാവത്തുള്ളൂ. അല്ലാതെ ചെയ്യാൻ എല്ലാവരും എക്സ്പേർട്ട് ആയിരിക്കും. ദെൻ ബാഗിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ബാഗ് എങ്ങനെ നമ്മൾ ആർട്ടിക്കിൾ ഇൻവോയ്സ് ചെയ്യണം പോസ്റ്റ്മാന്. ദെൻ ആ ആർട്ടിക്കിൾസ് ഇൻവോയ്സ് ചെയ്ത് കഴിഞ്ഞ് അവരുടെ ഫോണിൽ, അതായത് ABPന്റെ ഫോണിൽ അത് അക്നോളജ് ചെയ്ത് അവർ ആർട്ടിക്കിളിന് റിമാർക്ക് കൊടുക്കണം. ആ റിമാർക്ക് നമുക്ക് മോഡിഫൈ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. എല്ലാം കറക്റ്റ് ആയിട്ട് റിമാർക്കുകളെല്ലാം കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് കൺഫേം ചെയ്ത് അതിനുശേഷം സബ്മിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. സബ്മിറ്റ് ചെയ്യുമ്പം നമുക്ക് രണ്ടായിട്ടാണ് സബ്മിഷൻ വരുന്നത്. ഓൺ വിൻഡോയും ഉണ്ട്, അതേപോലെ തന്നെ BPM ABPM സൈഡും ഉണ്ട്. അപ്പൊ വിൻഡോ എന്ന് പറയുമ്പോൾ നമ്മൾ വിൻഡോ ഡെലിവറി നടത്തിയ ആർട്ടിക്കിൾസ് കാണും. ഇപ്പൊ ഡെപ്പോസിറ്റ് ഇരിക്കുന്ന ആർട്ടിക്കിൾസ് നമുക്ക് വിൻഡോ ഡെലിവറി ചെയ്യാം. വിൻഡോ ഡെലിവറി ചെയ്യുമ്പം ഈ ഒരു സോഫ്റ്റ്വെയറിൽ കൊടുത്തിരിക്കുന്ന ഒരു ഇതെന്ന് പറയുന്നത്, നമ്മൾ വിൻഡോ ഡെലിവറി കൊടുക്കുമ്പം നമുക്ക് അവിടെ ആധാർ നമ്പറും ചോദിക്കുന്നുണ്ട്, അതേപോലെ തന്നെ ഡിജിറ്റൽ സിഗ്നേച്ചറും മാൻഡേറ്ററി ആയിട്ട് അവർ ചോദിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു കാര്യം നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് വിൻഡോ ഡെലിവറി ചെയ്യാനുള്ള ഓപ്ഷൻസും അവിടെ പ്രൊവൈഡ് ചെയ്യും. അതേപോലെ തന്നെ രണ്ടാമത്തത് BPM ABPM ആണ്. അപ്പൊ നമ്മൾ ABPM ഇൻവോയ്സ് ചെയ്ത കാര്യങ്ങളെല്ലാം നമുക്ക് അതിൽ കാണാൻ പറ്റും. എത്ര എണ്ണം ഡെലിവേർഡ് ആയി, എത്ര എണ്ണം അൺഡെലിവേർഡ് ആയി, ദെൻ ക്യാഷ് ഉണ്ടെങ്കിൽ ഇതെല്ലാം ക്യാഷ് റിസീവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതേപോലെ തന്നെ അത് സബ്മിറ്റ് ചെയ്താൽ മാത്രമേ ഉള്ളൂ നമ്മുടെ അക്കൗണ്ട് സബ്മിറ്റ് ആയി നമുക്ക് എൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത്രയും കാര്യങ്ങളാണ് ഒരു അഡീഷൻ ആയിട്ട് ഇത്തവണ വന്നിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. പക്ഷെ ആ ഒരു ഫ്ലോ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ദെൻ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ക്യാഷ് ബാലൻസ് റിപ്പോർട്ടും സ്റ്റാമ്പ് ബാലൻസ് റിപ്പോർട്ടും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇതിപ്പം സെർവർ ഒത്തിരി ഡൗൺ ആയതുകൊണ്ടാണ് ഇത്രയും ടൈം എടുക്കുന്നത്.
സോ നമുക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങളെല്ലാം നമ്മളിപ്പോ രജിസ്റ്റേർഡ് ബുക്കിംഗ് ആണെങ്കിലും സ്പീഡ് പോസ്റ്റ് ബുക്കിംഗ് എല്ലാം നമ്മൾ ചെയ്ത് നോക്കിയാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പൊ അത് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ രജിസ്റ്റേർഡിനൊക്കെ ആണെങ്കിൽ ഇപ്പൊ പ്ലസ് അക്നോളജ്മെന്റ് ആണെങ്കിൽ അതിന്റെ താരിഫിനൊക്കെ ഇപ്പൊ വ്യത്യാസം വന്നിട്ടുണ്ട്. അതിന് ചാട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതനുസരിച്ച് താരിഫിന് വ്യത്യാസമുണ്ട്. അത് കസ്റ്റമറിനോട് പറഞ്ഞു കൊടുക്കുക. ദെൻ EMO ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതായത് ഈ നമ്മൾ ബാഗ് റിസീവ് ചെയ്തതിന് ശേഷം EMO റിസീവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. EMO റിസീവ് ചെയ്യാൻ വേണ്ടി ഒരു ഓപ്ഷൻ ഡെലിവറിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. EMO റിസീവ് ചെയ്തതിന് ശേഷം നമ്മൾ ആ EMO നമുക്ക് പോസ്റ്റ്മാൻ ഇൻവോയ്സ് ചെയ്ത് കൊടുക്കാം. ഇൻവോയ്സ് ചെയ്ത് ക്യാഷ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണം. ക്യാഷ് ഇൻ പ്രോസസ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്താൽ നമുക്ക് ക്യാഷ് ABPMന് ഫോർവേഡ് ചെയ്യാൻ പറ്റും. ദെൻ അതേപോലെ തന്നെ റിട്ടേൺസ് ABPMസിന് കൊടുക്കാൻ പറ്റും. EMOs അക്നോളജ് ചെയ്യാനും ABPMസിന്റെ ഫോണിൽ നിന്ന് ശ്രദ്ധിക്കുക. ഇതിപ്പോ സെർവർ എററാണ്. അതേപോലെ തന്നെ EMOs നമുക്ക് പെയ്ഡ് ആയി കഴിയുവാണെങ്കിൽ ആ പർട്ടിക്കുലർ എമൗണ്ട് നമ്മുടെ വാലറ്റിൽ നിന്ന് നമ്മൾ പോസ്റ്റ്മാൻ അക്നോളജ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ വാലറ്റിൽ നിന്ന് ആ എമൗണ്ട് റെഡ്യൂസ് ആവും. കാരണം നമ്മൾ EMO ഇൻവോയ്സ് ചെയ്യുന്ന കൂടെ തന്നെ ക്യാഷും ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. ഇൻ കേസ് അത് അൺഡെലിവേർഡ് ആണെങ്കിൽ ആ ക്യാഷ് തിരിച്ച് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മൾ സബ്മിറ്റ് ഓപ്ഷൻ്റെ അകത്ത് BPM ABPMനകത്ത് ക്യാഷ് അക്സെപ്റ്റ് എന്ന് പറഞ്ഞൊരു അക്സെപ്റ്റ് ക്യാഷ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതുവഴി EMO എന്നുള്ള അൺഡെലിവേർഡ് ആണ് ക്യാഷ് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസും അതിലുണ്ട്. അതേപോലെ തന്നെ EMO നമുക്ക് വിൻഡോ ഡെലിവറിക്കുള്ള ഓപ്ഷനും ഉണ്ട്. സോ ഇത്രയും കാര്യങ്ങളാണ് ഇതിന്റെ ഒരു മെനുവിലുള്ളത്. ഇനി ഡെലിവറിയിലേക്കാണ് ഞാൻ പോകുന്നത്. ഇപ്പൊ ഡെലിവറി ആയിട്ട് ബന്ധപ്പെട്ടാണല്ലോ ഏറ്റവും സംശയങ്ങൾ വരുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത്. ഇൻ ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞ ഓൾഡ് ആർട്ടിക്കിൾ ആണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ഇൻ ഡെപ്പോസിറ്റിന്റെ അകത്ത് ഡെപ്പോസിറ്റ് വിത്ത് പോസ്റ്റ്മാൻ സെലക്ട് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ഇൻവോയ്സ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഡെപ്പോസിറ്റ് വിത്ത് ഓഫീസ് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഓഫീസിലുള്ള ആർട്ടിക്കിൾസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വിൻഡോയോ അല്ലെങ്കിൽ മിസ്സെൻഡോ ചെയ്യാൻ 2 ഓപ്ഷൻസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. ഇപ്പൊ നമ്മൾ ഒരു ആർട്ടിക്കിൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വിൻഡോ ഡെലിവറി ചെയ്യാം. വിൻഡോ ഡെലിവറി ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു ആധാർ നമ്പറും അതേപോലെ തന്നെ ഡിജിറ്റൽ സിഗ്നേച്ചറും അതിൽ ചോദിക്കുന്നുണ്ട്. ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇപ്പൊ വിൻഡോ ഡെലിവറിയും അൺക്ലെയിംഡും മാത്രമേ ഉള്ളൂ ഈ നമ്മൾ ഡെപ്പോസിറ്റ് വിത്ത് ഓഫീസ് കൊടുക്കുമ്പോൾ. അപ്പൊ നമുക്ക് ഒന്നെങ്കിൽ തിരിച്ചയക്കാം അല്ലെങ്കിൽ വിൻഡോ ഡെലിവറി ചെയ്യാം. ഈ 2 ഓപ്ഷൻസേ ഉള്ളൂ. കാരണം ഡെപ്പോസിറ്റ് വിത്ത് പോസ്റ്റ്മാൻ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ആർട്ടിക്കിൾസ് വീണ്ടും ചേർത്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ അവിടെ വരും. അപ്പൊ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മൾ ഓൾഡ് ആർട്ടിക്കിൾ എടുക്കാൻ മെയിൻ ഡെപ്പോസിറ്റിന്റെ അകത്തുനിന്ന് ഡെപ്പോസിറ്റ് വിത്ത് പോസ്റ്റ്മാൻ സെലക്ട് ചെയ്ത് കഴിയുവാണെങ്കിൽ നമുക്ക് റീഇൻവോയ്സ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ ഇതിപ്പോ വിൻഡോ ഡെലിവറി ഞാനിപ്പോ കാണിക്കുവാണെങ്കിൽ തന്നെ അതിലേക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇപ്പൊ ആധാർ നമ്പറും ഡിജിറ്റൽ സിഗ്നേച്ചറും ചോദിക്കും. അപ്പൊ അങ്ങനെയാണ് നമ്മൾ വിൻഡോ ഡെലിവറി ഓപ്ഷൻ നമുക്ക് കാണിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇതിൽ തന്നെ ആദ്യത്തെ ഡെപ്പോസിറ്റ് വിത്ത് പോസ്റ്റ്മാൻ നമ്മൾ സെലക്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് ആ ആർട്ടിക്കിൾസ് തന്നെ ലിസ്റ്റ് ചെയ്യും. അപ്പൊ അതിൽ ഉള്ള വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇപ്പൊ നമ്മൾ നെയിം സെലക്ട് ചെയ്യുവാണ്. നെയിം സെലക്ട് ചെയ്തതിന് ശേഷം നെയിം സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു ആർട്ടിക്കിൾ സെലക്ട് ചെയ്തു. ആർട്ടിക്കിൾ സെലക്ട് ചെയ്ത് കഴിയുമ്പം നമുക്ക് റീ ഇൻവോയ്സ് എന്ന് പറഞ്ഞൊരു ബട്ടൺ വന്നു. അതായത് നമുക്ക് വീണ്ടും പോസ്റ്റ്മാന് ചേർത്ത് കൊടുക്കാൻ പറ്റും. അപ്പൊ നമുക്ക് ആ ആർട്ടിക്കിളിന്റെ റിമാർക്ക് വീണ്ടും കാണിക്കാനുണ്ട്, അല്ലെങ്കിൽ നമുക്കത് വീണ്ടും പോസ്റ്റ്മാന് ചേർത്ത് കൊടുക്കണമെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഡെപ്പോസിറ്റ് വിത്ത് പോസ്റ്റ്മാൻ നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് റീ ഇൻവോയ്സ് ചെയ്ത് കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ അത് റിട്ടേൺസിന്റെ അകത്തേക്ക് അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് റിട്ടേൺസ് എടുക്കുമ്പോൾ നമുക്ക് അതും കൂടെ വ്യൂ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉള്ളൂ. അതേപോലെ തന്നെ നമ്മൾ ഇങ്ങനെ ഇൻവോയ്സ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ആർട്ടിക്കിൾ ഇൻവോയ്സ് ചെയ്യുന്നതിന്റെ കൂടത്തിൽ നമുക്ക് ഈ ഒരു ആർട്ടിക്കിൾസ് വേണമെങ്കിൽ പോസ്റ്റ്മാനെ ഇൻവോയ്സ് ചെയ്ത് കൊടുക്കാം. ഇൻവോയ്സിന്റെ അകത്ത് ഇതേപോലെ തന്നെ സെലക്ട് എംപ്ലോയി കൊടുത്തിട്ട് നമുക്ക് ഇൻവോയ്സിന്റെ അകത്ത് നമുക്ക് ആർട്ടിക്കിൾസിനകത്ത് പോസ്റ്റ്മാന്റെ നെയിം സെലക്ട് ചെയ്ത് കൊടുത്തു കഴിയുമ്പം നമ്മൾ ബാഗ് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഡേറ്റ എല്ലാം ഇതിൻ്റെ അകത്തേക്ക് ഫെച്ച് ആവും. ഇതിപ്പോൾ ബാഗ് ഓപ്പൺ ഞാൻ ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ഇത് കാണിക്കാത്തത്. അപ്പോൾ ബാഗ് ഓപ്പൺ ചെയ്യുവാണെങ്കിൽ ആ ഡേറ്റ എല്ലാം നമ്മുടെ ഇൻവോയ്സിൻ്റെ അകത്തേക്ക് ഫെച്ച് ആവും. ഫെച്ച് ആയി കഴിഞ്ഞാൽ നമുക്കതെല്ലാം സെലക്ട് ചെയ്ത് ഏതൊക്കെ ആർട്ടിക്കിൾസ് ആണ് അവർക്ക് ഇൻവോയ്സ് ചെയ്ത് കൊടുക്കേണ്ടതെന്ന് നമുക്ക് അറിയാമായിരിക്കുമല്ലോ. ആ ആർട്ടിക്കിൾസ് അത്രയും നമ്മൾ ടിക്ക് ചെയ്യുക, ഇൻവോയ്സ് കൊടുക്കുക. അപ്പോൾ ഈ സെയിം ആർട്ടിക്കിൾസ് എല്ലാം പോസ്റ്റ്മാന്റെ ആപ്പിലേക്ക് ട്രാൻസ്ഫർ ആവും. അപ്പൊ അതെങ്ങനെ എടുക്കേണ്ടതെന്ന് വെച്ചാൽ പോസ്റ്റ്മാന്റെ ആപ്പിന്റെ അകത്ത് ആർട്ടിക്കിൾസ് അക്നോളജ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓരോ ആർട്ടിക്കിളിലും ക്ലിക്ക് ചെയ്ത് അക്നോളജ് ചെയ്യാം. അതിനുശേഷം അവർക്ക് ആർട്ടിക്കിൾ ഡെലിവറി ചെയ്യാം. ആർട്ടിക്കിൾ ഡെലിവറിയിൽ അവരുടെ ആർട്ടിക്കിൾസ് എല്ലാം ലിസ്റ്റ് ചെയ്യും.
സോ ഇങ്ങനെയാണ്. അപ്പൊ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഡെപ്പോസിറ്റിനകത്ത് ഡെപ്പോസിറ്റ് ചെയ്ത് പോസ്റ്റ്മാൻ കൊടുത്തതിന് ശേഷം മാത്രമേ റീഇൻവോയ്സ് ചെയ്യാവുള്ളൂ. അല്ലാതെ നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്ത് ഓഫീസിൽ കൊടുത്താൽ നമുക്ക് ഒരിക്കലും ഇൻവോയ്സ് ചെയ്യാൻ പറ്റില്ല. നമുക്കവിടെ വിൻഡോ ഡെലിവറിയും അതേപോലെ ഞാൻ പറഞ്ഞു അൺക്ലെയിംഡ് 2 ഓപ്ഷൻസ് മാത്രമേ അവിടെ അവൈലബിൾ ആയിട്ട് ഉണ്ടാവുള്ളൂ. അപ്പൊ ഞാൻ ഇതിലൊരു ആർട്ടിക്കിൾ ഞാൻ റീഇൻവോയ്സ് ചെയ്യുവാണ്. ഞാൻ ജസ്റ്റ് കാണിച്ചു തരുവാണ്. ഈ ഒരു ആർട്ടിക്കിൾ ഞാൻ റീഇൻവോയ്സ് ചെയ്യുവാണ്. കൺഫേം കൊടുത്തു. ഓക്കെ, അത് അപ്പൊ ഇൻവോയ്സ് ആയി കഴിഞ്ഞ് നമുക്ക് ഇനി ആ ആർട്ടിക്കിള് റിട്ടേൺസ് കൊടുക്കണം. റിട്ടേൺസ് ഇപ്പം എന്തെങ്കിലും റിമാർക്ക് കൊടുക്കുവാന്ന് വിചാരിച്ചോ. ഇപ്പൊ BPM തന്നെ റിമാർക്ക് കൊടുക്കാം. ആ റിമാർക്ക് കൊടുക്കാനായിട്ട് നമ്മൾ പോകേണ്ടത് റിട്ടേൺസിലാണ്. സോ റിട്ടേൺസിൻ്റെ അകത്ത് നമ്മൾ ടച്ച് ചെയ്തിട്ട് നമുക്ക് ആ റിമാർക്ക് കൊടുക്കാൻ പറ്റും. പക്ഷെ ഇൻവോയ്സിൻ്റെ അകത്ത് നമുക്ക് ഇവിടെ ഇത് സെലക്ട് ചെയ്ത് കഴിയുമ്പം, ഈ ഒരു ആർട്ടിക്കിൾ നമ്മൾ സെലക്ട് ചെയ്ത് കഴിയുമ്പം നമ്മൾ ആ ഒരു ആർട്ടിക്കിൾ നമുക്ക് റിട്ടേൺസിൻ്റെ അകത്തേക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ. ആ പർട്ടിക്കുലർ ആർട്ടിക്കിളിന്റെ റിമാർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ അതിൻ്റെ അകത്തേക്ക് കാണിച്ചു തരും. അപ്പം ആർട്ടിക്കിൾ നമ്മൾ സെലക്ട് ചെയ്ത് റീഇൻവോയ്സ് ചെയ്ത്, സോ ഡെപ്പോസിറ്റിനകത്ത് ഞാനൊരു ആർട്ടിക്കിൾ ഇൻവോയ്സ് ചെയ്ത് കാണിച്ചു തന്നിരുന്നു. ആ ആർട്ടിക്കിളിന്റെ റിമാർക്ക് കൊടുക്കാനായിട്ട് നമുക്ക് റിട്ടേൺസിൽ പോകണം. ഡെലിവറിയുടെ അകത്ത് റിട്ടേൺസിൽ പോകണം. റിട്ടേൺസിൽ പോയി നമ്മൾ എംപ്ലോയറോട് പോസ്റ്റ്മാന്റെ നെയിം സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ആർട്ടിക്കിൾസ് ലിസ്റ്റ് ചെയ്യും. അതായത് ഞാൻ ഇന്ന് ഇൻവോയ്സ് ചെയ്ത് ABPM ഇൻവോയ്സ് ചെയ്ത് കൊടുത്ത ആർട്ടിക്കിൾസ് അത്രയും തന്നെ ലിസ്റ്റ് ചെയ്യും. അതിന്റെ ഏറ്റവും ലാസ്റ്റ് പോർഷൻ ആയിട്ട് ഞാൻ ഇപ്പോൾ ഇൻവോയ്സ് ചെയ്ത ആർട്ടിക്കിളും കൂടെ അതിൽ ലിസ്റ്റ് ചെയ്യും. സോ ഇതാണ് ആ ലാസ്റ്റ് ആർട്ടിക്കിളാണ് നമ്മളിപ്പോൾ ഇൻവോയ്സ് ചെയ്ത ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. ആ ആർട്ടിക്കിളിന്റെ റിമാർക്ക് നമുക്ക് ഇവിടെ തന്നെ മോഡിഫൈ ചെയ്യാൻ സാധിക്കും. അപ്പൊ ഇങ്ങനെ നമുക്ക് ഓൾഡ് ആർട്ടിക്കിൾ നമ്മുടെ സിസ്റ്റത്തിൽ ഉണ്ടെങ്കിൽ ആ ഓൾഡ് ആർട്ടിക്കിളിനെ നമുക്ക് ഇൻവോയ്സ് ചെയ്ത് ഇതുപോലെ ചെയ്യാൻ പറ്റും. റീഇൻവോയ്സ് ചെയ്യാൻ വേണ്ടി ഡെപ്പോസിറ്റ് ചെയ്ത് പോസ്റ്റ്മാൻ കൊടുത്ത് ആ ആർട്ടിക്കിൾ സെലക്ട് ചെയ്യുക, റീഇൻവോയ്സ് ചെയ്യുക. അതിനുശേഷം റിട്ടേൺസിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് ആ ഒരു ആർട്ടിക്കിളിന്റെ റിമാർക്കുകൾ നമുക്കിവിടെ ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതേപോലെ തന്നെ നമ്മൾ ബാഗ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ഈ ഒരു ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ഈ ഒരു ആർട്ടിക്കിളും കൂടെ നമുക്ക് വേണമെങ്കിൽ ഇൻവോയ്സ് ചെയ്ത് പോസ്റ്റ്മാന് കൊടുക്കാനുള്ള ഓപ്ഷൻസും അവിടെ ഉണ്ട്. ഇവിടെ അതിന്റെ ഡെലിവറി റിമാർക്ക് നമുക്ക് മോഡിഫൈ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. സോ അത് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ റെഡ് ആയിക്ക് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നമുക്കത് ഈസി ആയിട്ട് മോഡിഫൈ ചെയ്യാം. എൻ്റെ റിമാർക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണോ ഇപ്പം അഡ്രസ് ആബ്സെന്റ് ഫോർ എൻക്വയറിയാണ് കൊടുത്തിരിക്കുന്നത്, ദെൻ അത് അപ്ഡേറ്റ് ചെയ്യുവാണെങ്കിൽ ആ ഒരു ആർട്ടിക്കിളിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ അപ്ഡേറ്റഡ് ആയി. ഇങ്ങനെയാണ് നമ്മൾ ഓൾഡ് ആർട്ടിക്കിൾസ് റീഇൻവോയ്സ് ചെയ്തെടുക്കേണ്ടത്. സോ ഇപ്പം ആ ഒരു ആർട്ടിക്കിൾ അതിൽ കുറഞ്ഞു. 11 ആയിരുന്നു, ഇപ്പം 10 ആയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് കൺഫേം കൊടുക്കാം. കൺഫേം കൊടുക്കുമ്പോൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ഇൻറ്റിമേഷനോ അല്ലെങ്കിൽ നമ്മൾ അഡ്രസ് ആബ്സെൻറ്റോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മിസ്സെൻ്റ് അങ്ങനെയുള്ള കൊടുത്ത കേസസ് എല്ലാം നമ്മുടെ കൺഫേമിൻ്റെ അകത്ത് വരും. ഡെലിവേർഡ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് ഒന്നും കൺഫേമിൻ്റെ അകത്ത് കാണത്തില്ല. അതേപോലെ തന്നെ സബ്മിറ്റ് കൊടുക്കുമ്പോൾ സബ്മിറ്റിൻ്റെ അകത്ത് വിൻഡോയുണ്ട്, ABPയും BPയും ഉണ്ട്. അവിടെ അക്സെപ്റ്റ് ക്യാഷ് എന്നുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇൻ കേസ് ക്യാഷ് ഉണ്ടെങ്കിൽ അത് നമുക്ക് അതിൽ സെലക്ട് ചെയ്ത് സബ്മിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത് ഫുള്ള് കംപ്ലീറ്റ് ആയാൽ മാത്രമേ നമുക്ക് ഡേ എൻഡ് ആവത്തുള്ളൂ. അപ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. റിട്ടേൺസ് എല്ലാം സബ്മിറ്റ് ചെയ്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഡേ എൻഡ് ആവത്തുള്ളൂ. ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ടും ഉള്ളത്. ഇതെല്ലാമാണ് ഡെലിവറി മാനേജ്മെന്റ് എന്നുള്ള ആ ഒരു ഐക്കണിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ. ഇതാണ് കുറച്ച് കൺഫ്യൂഷൻ നമുക്ക് ഉണ്ടാവുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഈ ടു ബി ഇൻവോയ്സ്ഡ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ എക്സ്ട്രാ ഇപ്പം ആഡ് ചെയ്തിരിക്കുന്ന കുറേ ഫീൽഡുകളാണ്. പക്ഷെ നമ്മളത് ചെയ്ത് കഴിയുമ്പോൾ നമുക്കത് മനസ്സിലാവും. ഇപ്പം നമ്മൾ ഒരു ദിവസത്തെ ബാഗ് വന്നു, ഇപ്പം മിസ്സെൻ്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് ഉണ്ടെന്ന് വെച്ചോ. ഇപ്പം നമ്മളിപ്പം നമ്മുടെ ഇതിനകത്ത് ഇപ്പം ഞാൻ ഈ കാണിച്ചു തരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ABPM അക്നോളജ് ചെയ്ത ആർട്ടിക്കിൾസ് നമ്മൾ ഇൻവോയ്സ് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ അവർ അക്നോളജ് ചെയ്യേണ്ട ഓപ്ഷനാണ്. ഈ ഡോസ്റ്റർ സർവീസസ് എന്നുള്ള ഇതിനകത്ത് വരുന്നതെല്ലാം അവർക്ക് കാണുന്ന വിൻഡോയിൽ വരുന്ന ഫീൽഡുകളാണ്. അവിടെ അക്നോളജ് ചെയ്താൽ മാത്രമേ ഉള്ള ആർട്ടിക്കിൾസ് അവർക്ക് ലിസ്റ്റ് ചെയ്ത് കിട്ടത്തുള്ളൂ. അപ്പോൾ അക്നോളജ് ചെയ്ത് കഴിയുമ്പോൾ ഓരോന്നിലും അക്നോളജ് ചെയ്യണം. രജിസ്റ്റേർഡും സ്പീഡും അങ്ങനെ എല്ലാത്തിലും അക്നോളജ് ചെയ്താൽ മാത്രമുള്ള ആർട്ടിക്കിൾ ഡെലിവറി അവർക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ഇതെല്ലാമാണ് ഡോർസ്റ്റെപ്പ് സർവീസ് DSS ആപ്പിൽ വരുന്ന ഫീൽഡുകളാണ് ഇതെല്ലാം. അപ്പം ഞാൻ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഒരു ദിവസം വരുന്ന ബാഗിൽ ഇപ്പം 2 ആർട്ടിക്കിൾ നമുക്ക് അക്കൗണ്ട് ഓഫീസിലേക്ക് വിടേണ്ട മിസ്സെൻ്റ് ആയിട്ടുള്ള ആർട്ടിക്കിളാണെന്ന് വെച്ചു. അപ്പം അങ്ങനെയുള്ള ആർട്ടിക്കിൾ നമ്മൾ ഇൻവോയ്സ് ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല പോസ്റ്റ്മാന്. അപ്പോൾ അത് ഒഴിച്ചിട്ടുള്ള ബാക്കി ആർട്ടിക്കിൾസ് മാത്രം നമ്മൾ പോസ്റ്റ്മാന്
ഇൻവോയ്സ് ചെയ്ത് കൊടുത്താൽ മതി. ബാക്കി ആ 2 ആർട്ടിക്കിൾ നമുക്ക് ഇൻവോയ്സ് ചെയ്ത് കൊടുക്കണ്ട, അതവിടെ പെൻഡിങ് ഇടുക. പെൻഡിങ് ഇട്ട് കഴിഞ്ഞ് നമുക്ക് റിട്ടേൺസിലേക്ക് പോകുമ്പോൾ പോസ്റ്റ്മാന് കൊടുത്ത ആർട്ടിക്കിൾസ് മാത്രമേ അതിൽ കാണിച്ചു തരത്തുള്ളൂ. പിന്നെ ഈ ടു ബി ഇൻവോയ്സ്ഡിന്റെ അകത്ത് നമ്മൾ ഈ മാറ്റി വെച്ച 2 ആർട്ടിക്കിളും ടു ബി ഇൻവോയ്സ്ഡിന്റെ അകത്ത് കാണും. അപ്പൊ ആ ടു ബി ഇൻവോയ്സ്ഡ് എന്ന് പറയുന്നത് അതിനു വേണ്ടിയുള്ളതാണ്. അപ്പൊ ടു ബി ഇൻവോയ്സ്ഡിന്റെ അകത്ത് ഇങ്ങനെ നമ്മൾ ഇൻവോയ്സ് ചെയ്യാണ്ട് വെച്ചിരിക്കുന്ന ആർട്ടിക്കിളൊക്കെ നമുക്ക് അവിടെ മിസ്സെൻഡ് കൊടുത്ത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് റിട്ടേൺസ് അയക്കാം. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇതിപ്പോ ഞാൻ കാണിച്ചതിന് കോർ ബാങ്കിങ് സർവീസസും പോസ്റ്റ് ലൈഫ് ഇൻഷുറൻസിന്റെ 2 ഫീൽഡുകളൊക്കെയാണ്. അപ്പൊ ഇതെല്ലാം വളരെ സിമ്പിൾ ആണ്. കാരണം നമ്മൾ BVMSനെ സംബന്ധിച്ചിടത്തോളം ഈ 2 പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കത്തില്ല. കാരണം അതിനകത്തുള്ള ഫീൽഡുകളെല്ലാം നമ്മുടെ പഴയ ആപ്പുമായിട്ട് വളരെ സിമിലർ ആണ്. പിന്നെ അത് വാലറ്റിൽ എമൗണ്ട് റിഫ്ലക്ട് ആവുന്നുണ്ട്, ബോർഡിൽ റിഫ്ലക്ട് ആവുന്നുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ കൺസേൺ എന്ന് പറയുന്നത്. അല്ലാണ്ട് ഇതിലുള്ള ഫീൽഡുകളോ ഇത് ചെയ്യുന്ന രീതികളോ ഒന്നും പുതുതല്ല. നമ്മൾ RICT ഉണ്ടായിരുന്ന കാലം തൊട്ട് നമ്മൾ ഫോളോ ചെയ്യുന്ന അതേ ഇത് തന്നെയാണ്, ആ ഒരു സ്റ്റെപ്പുകൾ തന്നെയാണ് ഇതിനകത്തുള്ളത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് ഈസി ആയിരിക്കും. ഇത്രയൊക്കെ കാര്യങ്ങളാണ് മെയിൻ ആയിട്ടുള്ളത്. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പുതിയ വീഡിയോസ് ഒക്കെ ഇട്ട് തരാം. നമ്മളിത് പഠിച്ചു വരുന്നതേ ഉള്ളൂ. എല്ലാവർക്കും ഓരോരോ ഡൗട്ടുകളുണ്ട്. നമ്മൾ പരസ്പരം ഹെൽപ്പ് ചെയ്യുക, അതേപോലെ ചെയ്ത് പഠിക്കുക. നമ്മൾ കുറച്ച് നാള് ദർപ്പൺ വന്നപ്പോൾ നമുക്ക് കുറച്ച് പാടുണ്ടായിരുന്നു. പിന്നീട് അത് നമ്മുടെ ആ ഒരു പോരായ്മകളെല്ലാം അവർ റെക്ടിഫൈ ചെയ്ത് തന്നു. അത് ഓക്കെ ആയി. അപ്പം അതേപോലെ തന്നെ ഇതിലും പോരായ്മകൾ ഉണ്ടായിരിക്കാം, അതെല്ലാം റെക്ടിഫൈ ചെയ്യും, പുതിയ അപ്ഡേഷൻസ് വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിരിക്കും. പിന്നെ നമ്മൾ ആ ഒരു ഫ്ലോ മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്ക് ഏതൊരു സിസ്റ്റവും ചെയ്യാൻ സാധിക്കും. അപ്പം വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇനി എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇനിയും വീഡിയോകളൊക്കെ കാണുക, ഷെയർ ചെയ്യുക. ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടുവാണെങ്കിൽ അത് വലിയ കാര്യമാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.